MAD-യുടെ ഒരു സുഹൃത്ത് സംഘവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷദായകമായ ഒരു മുഹൂർത്തം നമ്മളെവരും ആഗ്രഹിച്ച് കൊതിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരൻ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ശ്രീ ഷൈൻ വെങ്കടൻ അവർ സ്നേഹപൂർവ്വം മട്ടന്നൂരിന് വേണ്ടി കലയുടെ കുലപതികൾ നിറഞ്ഞ ഈ മണ്ണിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാ മക്കൾക്കും അച്ഛൻ എന്ന് പറയുന്നത് ഏതൊക്കെ ഏരിയയിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സുഹൃത്തായിരിക്കാം, ചിലപ്പോൾ അധ്യാപകരായിരിക്കാം, ചിലപ്പോൾ ഭയപ്പെടുന്ന ആളായിരിക്കാം. എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. അപ്പം അതിൽ അച്ഛൻ്റെ സമകാലികരായിട്ടുള്ള ആളുകളൊന്നും അച്ഛനെ പോലെ ഒരു പേരിലേക്ക് വന്നിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും അവനെ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ ഒരു നിയോഗമുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ സഞ്ചരിക്കാൻ ഒരു സാഹചര്യം പരുവപ്പെട്ടു വരുന്നതാണ്. ഈ സാഹചര്യം പരുവപ്പെടുന്നത് തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്നാണ്. കൈരളി കലാവേദി എന്ന് പറയുന്ന കലാവേദി ഇന്നിപ്പോൾ എൻ്റെ നാട്ടിലെ ബിൽഡിംഗ് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വേറെ ബിൽഡിംഗാണ്. അതിൻ്റെ ഒരു പ്രതാപ കാലഘട്ടത്തിൽ ഭാഗ്യനായർ മളചേട്ടൻ എന്ന തബലിസ്റ്റാണ്, സുകുമാരിയമ്മ, ഇവരൊക്കെ നാടകത്തിൽ പ്രവർത്തിച്ച ഒരു കാലഘട്ടമുണ്ട്. ആ ബേസിൽ നിന്നാണ് അച്ഛൻ തുടങ്ങുന്നത്. അപ്പൊ ആ ബേസ് എന്ന് പറയുന്നത് ശരിക്കും നാടകത്തിൽ പ്രവർത്തിച്ചിട്ട് അറിയാം. ഈ കലയുടെ ഏറ്റവും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഏറ്റവും നല്ല ഏരിയയാണ് നാടകം എന്ന് പറയുന്നത്. അത് പാട്ടായാലും അഭിനയമായാലും അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ കുറേ അത്ര സംബന്ധിച്ച് ഈ നമ്മൾ ഏത് മേഖലയിലും അവിടെ അനുഭവിക്കുന്ന ഒരു അനുഭവങ്ങളുണ്ടാവും. അതിൽ നിന്നാണ് സത്യത്തിൽ വരികൾ. ഞാൻ മാഷോട് ഒരു കാര്യം ചോദിക്കാം. കുണ്ടനൊഴി എന്ന് പറഞ്ഞാൽ എന്താ? കുണ്ടനൊഴി എന്താ? കുണ്ടനൊഴി മാഷ് പറയും. പുറത്തുകാരൻ ഭാഷമാരാണ്. സാനു ഭാഷ തമാശ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ വെമ്പിരിക്കുന്ന ഒരു സദസ്സാണ്. അപ്പൊ കുണ്ടനൊഴി എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല. ഇന്ത എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത. അതെ, അതാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് നമുക്കറിയാം. അപ്പോ എന്റെ അച്ഛന്റെ ചെറുപ്പത്തില് എന്റെ അച്ഛനെ വിളിക്കുന്നത് ഇന്താന്നാണ്. ഇന്താന്ന് പറഞ്ഞ അച്ഛനാണ്. ഔവ എന്ന് പറയുന്ന അമ്മയാണ്. അപ്പൊ ഇന്ത ഔവ എന്ന് പറയുന്ന പദം ഞാൻ എന്റെ ജീവിതത്തിൽ നിൽക്കുന്നത് എന്റെ അച്ഛനോടെയാണ്. എന്റെ മകള് അവിടെ ഇരിക്കുന്നത് അവളൊന്നും ചിലപ്പോൾ പദം കേട്ടിട്ടുണ്ടാവും. കാരണം ഞങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്ത് വരുന്നില്ല. അപ്പൊ കാരി കൂരി കരഞ്ഞുടങ്ങി കഴിഞ്ഞാൽ പോവാ പുറകിലേക്ക് എന്ന് പറയുന്ന എന്റെ അച്ഛന്റെ ചെറുപ്പത്തിൽ അച്ഛൻ അമ്മയോട് പറയുന്നതാണ്. അതായത് പാടത്ത് പണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നത് കരയിലുള്ള പോലെയല്ല. അവിടെ അസ്തമിച്ചാലും ഇരുട്ട് ഇവിടെ ഒരു 1/4 മണിക്കൂർ ലേറ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇപ്പൊ കരയിൽ നമ്മൾ ഇരുട്ടായി കഴിഞ്ഞാൽ പാടത്ത് കുറച്ചുകൂടി വെളിച്ചുണ്ടാവും. ഒരു 1/4 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇത് എന്റെ അച്ഛന് ചെറുപ്പത്തിലെ ഈ സമയത്തിന്റെ വ്യത്യാസം മനസ്സിൽ നിൽക്കുമ്പോൾ അച്ഛൻ പറയും കാരി കൂരി കരഞ്ഞു തുടങ്ങിയ വീട്ടിലേക്ക് പോവാ എന്ന് പറയും. അതാണ് ഒരു പാട്ട് അച്ഛൻ്റെ. കാരി കൂരി കരഞ്ഞുടങ്ങിയോ അതൊരു പാട്ടാണ്. അപ്പൊ ഒരു കലാകാരനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്നതാണ് അവന്റെ കല എന്ന് പറയുന്നത്. ആ അനുഭവത്തിൽ നിന്ന് വരുന്ന കലകൾ കാലാതീതമായിട്ട് നൽകും. എന്തുകൊണ്ടാണ് അച്ഛന്റെ പാട്ടുകൾ ഇന്നും ഒരുപാട് ആ വരികൾ ആണ് ഞാൻ പറഞ്ഞത്. അച്ഛന്റെ വരികൾ കലാഭവനെ പോലെ ഒരാൾ പാടി അത് ജനകീയമാക്കി. എന്തുകൊണ്ടാണ് ആ വരികൾ ഇന്നും ആളുകൾ പാടുന്നത് ചോദിച്ചാൽ ആ വരികൾ നമ്മുടെ ജീവിതമാണ്. അച്ഛൻ പണിക്ക് പോകുന്ന സമയത്ത് അച്ഛനും കൂടെ പണിയെടുക്കുന്ന 2 ചേച്ചിമാരുണ്ട്. ഞാനിങ്ങനെ സംസാരിക്കുന്നത് ഞാനിങ്ങനെ പറയും, കഥകളിങ്ങനെ വരും. ലാസ്റ്റ് മാഷ എഴുതി വെച്ചിട്ട് മിസ്സായി പോയില്ലേ. ഇവിടെ അപ്പൊ അച്ഛനെ കുറിച്ച് പറയുന്നുണ്ട്. അച്ഛൻ പിന്നെ ജോലി ചെയ്യുന്നത് ഇപ്പൊ നാടൻ പാട്ടിന്റെ ഒരു കെട്ടാണ് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് മണിയിലൂടെ കലാഭവനിലൂടെ അവരോട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു പാട്ടിന്റെ കെട്ട് ശരിക്കും പറഞ്ഞാല് നമ്മള് നീരുറവുണ്ടാകുന്ന കരികരിൽ നിന്ന്, പാറകളിൽ നിന്ന്. അപ്പൊ ആ പാറകളിൽ കല്ലിന്റെ പണിയെടുക്കുന്ന ആ ഒരു മല്ലിടുന്ന ജീവിതം, ആ ജീവിതത്തിന്റെ ഉള്ളിൽ നിന്ന് ഇത്രയും സുന്ദരമായ ഒരു ഉറവായി ഇങ്ങനെ വന്ന ആ ഒരു കഥയും കൂടി നമുക്കൊന്ന്. അപ്പൊ അത് മാഷ് പറഞ്ഞു തെറ്റി പോയിട്ടാ. ഈ പാറയിൽ നിന്ന് നീരുറവ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റോറിനെ കട്ട് ചെയ്യുന്നില്ല. അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു സംഭവം പറയാം. അതായത് പിന്നെ ഈ പാട്ട് എന്ന് പറയുന്നത് ഈ കല എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ചുമ്മാ ആസ്വാദനം മാത്രമല്ല. പാട്ടിനൊരു രാഷ്ട്രീയമുണ്ട്. പാട്ടുകൊണ്ട് ഒരു ചൂട്ട് കെട്ടിയ
അത് പല ആളുകൾക്ക് അറിയില്ല. ഇപ്പോ നമ്മൾ ഈ വേടന പറയുമ്പോൾ പോലും ആക്ച്വലി വേടന ഒരു കവലപ്രസംഗമാണെങ്കിൽ ആരും കേൾക്കില്ല. അതൊരു കലയുടെ എലമെന്റ് വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന റാപ്പ് എന്ന് പറയുന്ന സംഗീതം വന്നുകൊണ്ടാണ് ആ വരികൾ ആഘോഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ആ വരികളിൽ മുന്നോടിയുണ്ട്, പക്ഷെ ആ വരികൾ ആഘോഷിക്കപ്പെടുന്നത് കലാരൂപമാകണം. അപ്പൊ കലയ്ക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട്, കലയ്ക്ക് സ്വാതന്ത്ര്യം കൂടുതലാണ്. അതുകൊണ്ടാണ് പാട്ടുകളുടെ ഒരു ചുറ്റുണ്ടാക്കിയതിന്റെ മൂത്തുകുത്തും എന്ന് പറഞ്ഞാൽ ആ കുത്ത് കൊള്ളാനും കുത്താനും ഉള്ള ആളുകളാണ്. അതിന് ആ രീതിയിൽ തന്നെ എടുക്കും. അതൊരു കത്തോലിക്കാൻ തന്നെ കുത്തെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് ക്രിമിനൽ കേസാണ്. പക്ഷെ പാട്ടുകൊണ്ട് ചുറ്റുണ്ടാക്കി കുത്താനുള്ള അധികാരം സമൂഹത്തിൽ എനിക്കുണ്ട്, മാഷിക്കുണ്ട്. അപ്പൊ എന്റെ ചൂത്ത് എങ്ങനെ കത്തിക്കണമെന്നും എങ്ങനെ കുത്തണമെന്നും ഞാൻ തീരുമാനിക്കും. എനിക്ക് വേണമെങ്കിൽ റോസാപ്പൂവ് കയ്യിൽ കൊണ്ട് തരാം. എന്റെ അതായത് വരികളിലൂടെ ഞാൻ പറയാം, എന്റെ അച്ഛനെ ഞാൻ വരികളിൽ കാണുന്നത് ഇത്രയും ഹാർഡായിട്ടുള്ള ജോലി ചെയ്യുന്ന മനുഷ്യൻ മണ്ടമാറിയിൽ നിന്നുള്ള മെല്ലിപ്പറച്ചില് വേണ്ടാന്ന് വെട്ടിത്തോന്നുള്ള കാര്യം നേരെ പറഞ്ഞു. ഓടാനും ചാടാനും നിൽക്കണ്ട നാടറിഞ്ഞൊരു കല്യാണം, തൂങ്ങാനും ചാവാനും നിൽക്കണ്ട നൂലിലിട്ടൊരു കാര്യമതി. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ആ കരിക്കലോടിക്ക് പോകുന്ന സമയത്ത് ഒരു എല്ലാ മേഖലയിലും പ്രണയങ്ങളുണ്ടാവും. അപ്പൊ ആ സ്ത്രീ പറയുന്നത് ഇങ്ങനെ ആളുകളോട് പറയിപ്പിക്കാൻ നിൽക്കണ്ട, എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട, അത് നൂല് കൊണ്ട് ചരട് കെട്ടിട്ടൊക്കെ വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറയുന്ന ഒരു നിഷ്കളങ്കമായിട്ടൊരു ഗ്രാമീണ പ്രണയം ഉണ്ടാവുമായിരിക്കും. നട്ടുച്ച നേരത്ത് നട്ടുന്ന കണ്ടപ്പോ പോണവര് നമ്മളെ അവരുടെ പത്രം നാണക്കേടാവുണ്ട് എന്നെ കൊണ്ടപ്പോ എന്ന് പറയുന്ന നിഷ്കളങ്ക പ്രണയം. അതേ സെയിം ടൈമിലാണ് കലാഭവൻ മണി എന്ന് പറയുന്ന വലിയ കലാകാരൻ അവാർഡ് കിട്ടാതെ ബോധം കിട്ടുന്ന സമയത്ത് ചാലുകുത്തിയിട്ടും ചരിച്ചിട്ടും കുത്തിയിട്ടും ചത്തില്ല ചാല് കുടിക്കാൻ അവരാണ് ഞാൻ പറഞ്ഞത് വലിയ രാഷ്ട്രീയം. ചണ്ടിമുണ്ടി ചുള്ളിമുള്ളാടോ ചുറ്റോട് ചുറ്റുള്ള ചപ്പറമ്പ് ചപ്പറമ്പിൽ ചെമ്പിനോണക്കട ചീരൊക്കെ ചീരുനെ കണ്ടു ഞാൻ. ചാലു കുത്തി ചരിച്ചിട്ട് കുത്തിയിട്ടും ചത്തില്ല ചാല കൂടിക്കാരൻ പിച്ചളക്കി ഞാൻ ഉന്നം പിടിച്ച് ചെമ്പൊന്നുറപ്പിച്ച് വിട്ടോടി. ചാലക്കുടി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കലാഭവൻ പണിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചാലക്കുടി. അപ്പൊ അവിടെ ഓരോരോ സംഭവം കൂടി ഉണ്ട്. ഒരു മീൻകാരി പണി ഒരു പാട്ട് കൂടി ഉണ്ട്. അതിലും അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട്. അതെന്താണ്? അതും ഈ പറഞ്ഞ പോലെ അച്ഛന്റെ യാത്രയായിട്ട് ബന്ധപ്പെട്ടതാണ്, ജീവിതത്തിൽ കണ്ടുമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പോയിട്ട് വിട്ടുപോയത് ഈ അച്ഛന്റെ കൂടെ പണിക്ക് വന്നിരുന്ന രണ്ട് ചേച്ചിമാരുണ്ട്, ശാന്ത, രാധ. ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കാമെന്നുള്ളത് ഇവരുടെ ബ്രദറിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ മാഷിന്റെ രണ്ട് സിസ്റ്റേഴ്സ് മാഷിന്റെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഒതുങ്ങി നിൽക്കുകയാണ്. അതായത് എന്റെ ബ്രദറിന്റെ കല്യാണം കഴിയട്ടെ. അപ്പോൾ നമ്മളൊരു നാടൻ ഭാഷയിൽ കുഞ്ഞാഞ്ഞ, കുട്ടേട്ടൻ എന്നൊക്കെ ബ്രദറിന്, അതായത് ആങ്ങളായ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ് കുഞ്ഞാഞ്ഞ. ഇതൊരു പദമാണ്. ഇവര് കല്യാണം കഴിക്കാൻ നിന്നു. ഈ പറയുന്ന പോലെ ഈ പണിയിൽ ഒരു സ്ത്രീ വന്നു, അവരായിട്ട് ഇയാൾക്ക് ഭയങ്കര ബന്ധമായി. അപ്പൊ ഈ സഹോദരിമാര് പറഞ്ഞു ആ സ്ത്രീ അത്ര നല്ലതല്ല, കുഞ്ഞാഞ്ഞിക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവർ കുഞ്ഞാഞ്ഞിലേക്ക് പോകും, അവർക്ക് പൈസ മാത്രമേ വേണ്ടുള്ളൂ ഒക്കെ പറഞ്ഞു. പരിഭാഷ ദേശീയ ഇയാളൊക്കെ കല്യാണം കഴിച്ചു. ഈ പറയുന്ന പോലെ തന്നെ ഇയാളെ കാലിന് കല്ല് വീഴും, കൈകല്ല് വീഴ്ത്തിയത് കിടപ്പിലായി. അപ്പൊ ഒരു കൊല്ലം ഓണത്തിന് ഏകദേശം 10 ദിവസം മുന്നേ അച്ഛൻ ചോദിക്കുകയാണ് ശാന്തേച്ചോട്, ശാന്തേച്ചേ ഇക്കൊല്ലം ഓണമൊന്നുമില്ല. അപ്പൊ ശാന്തേച്ച് തിരിച്ചു വന്ന് പറയുകയാണ്, ഇക്കൊല്ലം ഓണമൊന്നുമില്ല, കുട്ടേട്ടൻ കാലിന് കല്ല് വീഴ കിടക്കില്ല, ഇക്കൊല്ലം നമ്മൾക്ക് ഓടലടി കുഞ്ഞേച്ചേ കുട്ടേട്ടൻ തീരെ കീഴത്തിലേ. ഈ കുട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്നു, ശാന്തയാണ് ജീവിച്ചിരുന്നു. ഇവരൊന്നും ജനങ്ങൾ കാണില്ല, പക്ഷെ ഇവരുടെ ഇമോഷനാണ് അച്ഛൻ്റെ വരികൾ. അതുകൊണ്ടാണ് ഈ വരികളൊക്കെ ഇന്നും ഒരുപാട് കലാകാരന്മാര് എൻ്റെ അച്ഛൻ്റെ കാലശേഷവും കലാഭവന്റെ കാലശേഷവും ആരെങ്കിലുമൊക്കെ ഈ പാട്ടുപാടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ജീവിതം ആയതുകൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതം എന്ന് മാത്രമല്ല, നമ്മൾ ഈ ഒരു പാട്ടുകൾ കേൾക്കുമ്പോൾ ഇപ്പം പിന്നെ കലാഭവൻ മണിയുടെ ആ ശബ്ദത്തിൽ കുട്ടേട്ടൻ എന്ന് പറയുന്ന ആ ഒരു ശബ്ദം പറയുമ്പോൾ നമുക്കൊരു നെഞ്ചിടിപ്പാണ് കേൾക്കുമ്പോൾ. ആ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ കണ്ണിൽ വെള്ളം വന്നു പോകുന്ന ഒരു ശബ്ദമാണ്. ആ വാക്കിന്റെ പിന്നിലുള്ള ഈ കഥയും അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ രചന നടത്തി. ഇപ്പോ പിന്നെ നമ്മുടെ കൈതപ്പുറമൊക്കെ പറയുന്ന സമയത്ത് കളിവിൽ ഉറങ്ങിയല്ലോ എന്ന പാട്ട് പല സ്ഥലത്ത് ഉദ്ധരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലെ ചില സംഭവങ്ങളാണ്. അങ്ങനെ ഒരു വലിയ മാനസികമായ ഒരു അടിത്തറ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ മറ്റുള്ളവരുടെ ദുഃഖം കാണുന്നതോടൊപ്പം തന്നെ സ്വന്തമായി അനുഭവിച്ച ഒരുപാട് വേദനകൾ വരെ ഇതുപോലെ വരികളിലൂടെ നിറഞ്ഞാടുന്ന വരികൾ എഴുതിയിട്ട് പലപ്പോഴും അറിയുന്നില്ല ഈ വരികൾ, എന്റെ വരികൾ ലോകം മുഴുവൻ സ്വീകരിച്ചു എന്ന് അറിയാത്ത ഒരച്ഛനുണ്ടല്ലേ. ആ പിന്നെ
ഒരു ഒരു കാലഘട്ടം. അതിനുശേഷം അച്ഛൻ അറിയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഓർമ്മ, കലാഭവമണിയുമായിട്ട് നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു അന്തരീക്ഷം എന്ന് പറയാൻ പറ്റും? നമ്മള് സത്യത്തിന് ആകെ ഒരു മുഖമുണ്ട്. അപ്പൊ അപ്രിയ സത്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഒരാളുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പുറത്തു വരുന്നതാണ്. ഇപ്പൊ ഞാൻ അപ്രിയ സത്യം പറയുന്നു, കാരണം എന്താ, എനിക്ക് ജീവിക്കണം. അപ്പൊ ഞാൻ അപ്രിയ സത്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ ചുറ്റൊരു വലയം ഉൾപ്പെടും, ഇവരൊന്ന് ഒതുക്കണം എന്ന് പറയുന്നത്. അപ്പൊ നിലപാടുകളാണ് സത്യത്തിൽ അപ്രിയ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവനാരും പേടിയിട്ടാണ്, കാരണം അവൻ അവരുടെ നിലപാട് ഉറച്ചു നിൽക്കും. എനിക്ക് നിങ്ങൾ ആരെങ്കിലും ഞാൻ ജീവിക്കുമെന്ന് പറയുന്ന മനുഷ്യൻ അവരുടെ നിലപാട് നിൽക്കും. ലാഭേച്ഛ ഇല്ലാതെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ അച്ഛൻ ഈ വരികൾ എഴുതുമ്പോൾ, പാട്ടുകൾ ചെയ്യുമ്പോഴൊന്നും ഒരിക്കലും ചിലപ്പോൾ ഇതുപോലെ കുറെ തലമുറക്ക് പാടി നടക്കുന്ന വരികളോ എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. പക്ഷെ അത് ഒത്തുചേർന്നത് എന്താ പറയുക, സമകാലികമല്ല പറയുന്നത്, എന്തായാലും നമ്മൾ പറയാം ഈക്വലായിട്ട് തുല്യമായിട്ട് ജീവിതം പോകുന്ന ആളുകളാണ് എൻ്റെ അച്ഛനായാലും കലാഭവൻ. കാരണം രണ്ടുപേരും കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. ഈ രണ്ട് കഷ്ടപ്പാടിന്റെ വേദന ചേർന്നപ്പോഴാണ് ഈ വരികളിലെ സാഹിത്യത്തിലെ ഭംഗിയും ശബ്ദത്തിന്റെ ആ ധൈര്യത്തിൽ ചേർന്നപ്പോഴാണ് ആക്ച്വലി ആ പാട്ടുകൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിയത് സത്യത്തിൽ. അപ്പൊ ആ ശബ്ദത്തിന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യൻസ് പാട്ടുകളുണ്ടല്ലേ, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശപ്പടക്കാൻ വേണ്ടി ഹാർമോണിയം വെച്ച് പാടുമ്പോൾ അവർ ഉച്ചസ്ഥായില് പാടും. നമ്മളിപ്പോ ഇവിടെ പാടുന്ന പോലെ ഈ ശബ്ദങ്ങൾക്ക് വരില്ല. അവര് ഹൈപ്പിച്ച് വരുന്നതിന്റെ കാരണം അവര് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് മൈക്രോ സിസ്റ്റം ഒന്നുമില്ലാതെ പാടുന്നവരാണ്. അതുകൊണ്ടാണ് ഈ നോർത്ത് ഇന്ത്യൻ സിംഗേഴ്സിനെ നമ്മൾ ഭയങ്കര ഹൈപ്പിച്ച് കേൾക്കുന്നത്. എന്ന് പറയുന്ന പോലെ കലാപം വഴിയിലെ പിടിക്ക് നമ്മുടെ അടുത്തോട്ടേക്ക് പോയിട്ട് അത്ര ഹൈയിൽ പോകട്ടെ ശബ്ദം. കാരണം എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഒരു ഇതേപോലെ ആളെ മൈക്കില്ലാണ്ട് ഇത്ര ആളെ കേൾപ്പിക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള അത്രയും ഡെസിബൽ വോക്കലിൽ നിന്നാണ് കലാപം. ഒരു അത്ഭുതമായിരുന്നു. അത് ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് ചെയ്യുമ്പോൾ ഞാനിപ്പോ ഈ മൈക്കില ഞാൻ പറഞ്ഞ എത്ര പേര് കേൾക്കും. ഈ ഒരു വ്യത്യാസമാണ് മണി ഗാനം എന്ന് പറയുന്നത്. ഇത് ഇത്ര 100 പേരുണ്ടെങ്കിൽ കേൾപ്പിക്കാനുള്ള അത്രയും ആംബിയൻസ് മനുഷ്യന്റെ ശബ്ദത്തിനുണ്ടായിരുന്നു. ആ ആംബിയൻസ് ആണ് അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മളിലേക്ക് ഇത്രയും കിട്ടാൻ ശാസ്ത്രീയമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അത്രയും ഡെപ്ത് ആയിരുന്നു ആ ശബ്ദത്തിൽ. അപ്പോ അച്ഛൻ്റെ വരികൾ ആ ഒരു ഡെപ്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് അച്ഛൻ അറിയുന്നു ഈ പാട്ടുമായി ബന്ധപ്പെട്ട ഫീൽഡിലേക്ക് എത്തിച്ചേരുന്നു. അതിനുശേഷം ഒരു തരത്തിൽ പറഞ്ഞാൽ ആ പാട്ടുകളെ ആ രീതിയിൽ മണിച്ചേട്ടൻ്റെ മുഖത്തുകൂടി നമ്മൾ കേട്ടത് കൊണ്ടാണ് വീണ്ടും ഈ പാട്ടിന്റെ രചയിതാവിനെ കുറിച്ചുള്ള അന്വേഷണവും ബാക്കിയുള്ള കാര്യങ്ങളും സമൂഹത്തിലേക്ക് എത്തുന്നതും അതിനുശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷം. അപ്പൊ അങ്ങനെയുള്ള ഒരു നാടൻ ശൈലി നമ്മുടെ നാട്ടിലേക്ക് വന്നു. ഈ നാടൻ ശൈലിയിൽ ഇന്നിപ്പോ വേടനിൽ പോലും നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തെ ഈ രണ്ട് രീതികൾ തമ്മിൽ ഇപ്പൊ നമ്മുടെ സിനിമ പിന്നണി ഗാനം, യേശുദാസിന്റെ പാട്ട്, വേടന്റെ പാട്ട്, ഇങ്ങനെയുള്ള രണ്ട് ശൈലികൾ വരുമ്പോൾ ഇതിൽ ഒരുപാട് വാദങ്ങളും വിവാദങ്ങളും വരുന്നുണ്ട്. ഏതിനെ അംഗീകരിക്കണമെന്ന് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലോകത്തിലെ ഏറ്റവും മോശം കാര്യമാണ് കമ്പാരിസൺ. ഷൈൻ എന്ന് പറയുന്നത് ലോകത്ത് ഒറ്റ പീസ് ഏറ്റവും ഭാര്യമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ എന്റെ അച്ഛനമ്മയെ ഒറ്റ പീസ് കഴിക്കുള്ളൂ. പച്ചയെന്ന് പറയുന്നത് ഇത് എന്നെ പിടിച്ച് മാഷാവാൻ ഞാൻ മാഷാവാൻ നോക്കില്ല. വേടൻ യേശുദാസ് എന്തിനെ കമ്പാരിസൺ ചെയ്തത്? ഇപ്പൊ ഒരു കലാകാരൻ അവന്റെ ജീവിത അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവന്റെ ചുറ്റുപാടുകൾ കിട്ടുന്ന ഡേറ്റാസ് വെച്ചിട്ടാണ് അവരുടെ കലാകാരൻ അവന്റെ പേര് കറക്റ്റ് നമ്മളെ. അപ്പൊ ആ പിൻഡപ്പ് ചെയ്യുന്ന ഒരു കലാകാരൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ ഞാൻ ചിലപ്പോ ജയചന്ദ്രന്റെ പാട്ട് കൂടുതൽ കേൾക്കുന്ന ആളായിരിക്കും. ചിലപ്പോൾ ഇവിടെയുള്ള കുട്ടികൾ ചിലപ്പോ തെറ്റാശിന്റെ പാട്ട്, നക്സിയുടെ പാട്ട്, അതുപോലെ ബ്രേക്കിന്റെ പാട്ട് കേൾക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ യേശുദാസിന്റെ പാട്ട് കേൾക്കുമ്പോൾ പറയാൻ പറ്റില്ല. അത് അവരുടെ താല്പര്യം, അത് അവരുടെ താല്പര്യം. അപ്പൊ നമ്മൾ യേശുദാസ് എന്ന് പറയുന്ന ആ കലാകാരന്റെ ശബ്ദവും ആ കലാകാരന്റെ ഗാനവും അല്ലെങ്കിൽ ആ കലാകാരൻ നമുക്ക് തരുന്നതും എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്? ആ സ്വാധീനത്തിലല്ല നമുക്ക് ഇപ്പോഴത്തെ വേണം വരുന്നത്. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യണം. ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യമാണ്, ലജ്ജാവതി ജാസിഗിഫ്റ്റ് പാടിയത് കൊണ്ടാണ് ഹിറ്റായത്. അത് യേശുദാസ് കൊണ്ട് പാടിച്ചാൽ സംഭവിക്കുക, യേശുദാസ് പാടിയ ആയിരക്കണക്കിന് പാട്ടുകളുടെ കൂട്ടത്തിൽ ഒരു പാട്ട് മാത്രമാണ് ലജ്ജാവതി. അത് ജാസിഗിഫ്റ്റ് പാടിയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു ലജ്ജാവതി കിട്ടി. അത് ജാസിഗിഫ്റ്റ് ലജ്ജാവതി. അത് യേശുദാസ് പോയിട്ട് പിടിക്കാൻ നോക്കണ്ട. ഹരിമുരളോ യേശുദാസിനെയാണ്, അത് ജാസിഗിഫ്റ്റ് പിടിക്കാൻ നോക്കണ്ട. ഇവർ നിങ്ങളെ രണ്ടുപേരും കൂടി ഒരു തൊട്ടിൽ കൊണ്ടിട്ട് ഇയാളെ യേശുദാസ് പറയണ്ട. ജാസിഗിഫ്റ്റ് ഷൈനായിട്ട് സലമാട്ട് സന്തോഷമായിട്ട് നമ്മുടെ ആശയം കണ്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ. നമ്മൾ കമ്പാരിസൺ ചെയ്ത് ഇവരെ അവരാക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇവർ അവരാവില്ല, അവർ
സിനിമയിൽ അല്ലെങ്കിൽ റിയാലിറ്റി ഷോയിൽ നമുക്കതല്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് ആവശ്യമില്ല. ഇന്ന് നമ്മളിവിടെ കാണുന്ന ഒരു 15-20 വർഷം മുമ്പ് നമുക്ക് സെലിബ്രിറ്റികളായിരുന്നു, സിനിമാ നടന്മാരായിരുന്നു. ഇന്ന് ബ്ലോക്ക് ഫോർ സെലിബ്രിറ്റിയാണ്. നമ്മളെ മയിലുള്ള ബിജു കേട്ടോ, അവർക്ക് സമൂഹത്തിന് സ്വാധീനം. അപ്പൊ എന്താണ് സെലിബ്രിറ്റിസം? ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു റൂമിലേക്ക് കയറി വരാൻ ഈ ഒരു ഡോർ മാത്രമല്ല, ഇവിടെ ഒരുപാട് ഡോറുകൾ. നമ്മളെ ഒരു വഴി മാത്രം നോക്കിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തുറന്നിട്ടുള്ള 9 വഴി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്കില്ല് നമ്മുടെ വിരൽത്തുമ്പിലെടുത്ത് മൊബൈലിലെടുത്ത് നമുക്ക് ലോകത്തിനെ കാണിക്കാനുള്ള സാധ്യത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഈ ചീറ്റിങ്ങിലും നമ്മുടെ പൈസ പോവുകയും നമ്മുടെ മാനാഭിമാനം നഷ്ടപ്പെടുകയും ചെയ്യുന്ന മേഖലയിലേക്ക് പോയി സിനിമ അല്ലെങ്കിൽ അപ്പൊ കല എന്ന് പറയുന്ന സിനിമ മാത്രമാണ് വിശ്വസിക്കുന്ന ആളുകൾ ഇന്ത്യയിലുള്ളത്. വിദേശത്തൊന്നും സിനിമ ഒന്നുമല്ല. ഇവിടെ നമ്മളെ എല്ലാ കാര്യങ്ങളും സിനിമ ഓരോരുത്തരായിട്ട് നന്നായിട്ട് പാടുന്ന ആളെ സിനിമയിൽ പാടണം. ഇപ്പം എന്താ ഇങ്ങനെ മാത്രമാണ് കലാകാരനാവും. നന്നായിട്ട് അഭിനയിക്കുന്ന ആളെ സിനിമയിൽ അഭിനയിക്കണം. എന്തുകൊണ്ട് ഇവർക്ക് ഇവരുടേതായ ഒരു വെർച്വൽ വേൾഡ് ഉണ്ടാക്കിക്കൂടാ, ഡിജിറ്റൽ വേൾഡ് ഉണ്ടാക്കിക്കൂടാ? അങ്ങനെ സാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ കലാകാരന്മാർ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ കഴിവുള്ള ആളുകൾക്ക് അവരുടേതായുള്ള ഇടങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കഴിവുണ്ടായാലും ചൂഷണം ചെയ്യപ്പെടാതെ ഒരു കലാകാരൻ എത്തിപ്പെട്ടിട്ടില്ല. ഞാനൊക്കെ അത് കാര്യമില്ലേ? എന്റെ അച്ഛനെ പറ്റി പറയാൻ എനിക്ക് ഇന്ന് എഴുതി നിൽക്കുന്നതുകൊണ്ട് നിങ്ങളെന്നെ വിളിച്ചിരിക്കുന്നോണ്ടല്ലേ? എന്റെ അച്ഛനത് കിട്ടിയിട്ടില്ല, ഇടങ്ങളില്ലാത്തതുകൊണ്ടല്ലേ പറയാറുണ്ട്. ഇടങ്ങൾ കിട്ടി പറയും. ഇപ്പൊ ഈ കേൾക്കുന്ന 10 പേർക്ക് മനസ്സുകൊണ്ടല്ലേ കേൾക്കുന്നത്? എനിക്ക് ഇടങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. എനിക്ക് ഇടങ്ങൾ തരും. എന്റെ അച്ഛൻ ഇടങ്ങൾ കിട്ടിയിട്ടില്ല. ഇടങ്ങൾ കിട്ടാതെ അവിടെ പറയും. ഇപ്പൊ നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോൾ കലാപമണി അന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ കലാപമണി അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആളുകൾ പറയും അന്ന് എന്താ പറയുന്നത്? അന്ന് എവിടെ പറയുന്നത്? അന്ന് MVD ഇല്ല, അല്ലെങ്കിൽ പിന്നെ അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പറയാൻ ഇടങ്ങൾ കിട്ടുമ്പോ ചോദിക്കുമ്പോ പറയാൻ 10 പേർക്ക് കേൾക്കാനുണ്ടാകുമ്പോ നമ്മൾ പറയും ഈ ഇടങ്ങളാണ് സൃഷ്ടിക്കപ്പെടാൻ. ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടാതെ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരിടം കൊടുത്തു നോക്കും. അന്ന് ശരിക്ക് പിന്നെ അച്ഛൻ ആഗ്രഹിച്ചത് ചിലപ്പോൾ ഇത് എഴുതിയത് ഒരാൾ പാടുന്നത് മാത്രമേ അവരെ ആഗ്രഹിച്ചിട്ടുണ്ടാവുള്ളൂ. പാടാമെന്ന് പറഞ്ഞ് പാട്ട് കൊടുത്തു. മാത്രമല്ല നമ്മുടെ വീഡിയോയില് പിന്നെ ഒരു ചിത്രത്തിൽ കാണുന്ന സമയത്ത് ഒരു വീടിന്റെ കോലായി എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് മുറ്റത്തേക്ക് കാലുവെച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു സീൻ. അപ്പൊ അങ്ങനെയൊക്കെ അച്ഛൻ ഒരുപാട് പിന്നെ ഇത്തരത്തിലുള്ള പിന്നെ നേരത്തെ പറഞ്ഞ രീതി നമ്മുടെ ശൈലി ഏതാണോ ആ ശൈലിയിൽ ഉറച്ചുകൊണ്ട് ഞാനായി നിന്നുകൊണ്ട് വളരുന്ന ഒരു കലാകാരനാക്കാൻ വേണ്ടി അച്ഛൻ ചില പ്രേരണകൾ തന്നിട്ടുണ്ടാവും. അതിൽ ഓർമ്മിക്കുന്ന ഒരു പാട്ട് അച്ഛൻ ഹൃദയത്തോട് ചേർത്ത് പാടി തന്നിട്ടില്ല. ഉറക്കുമ്പോൾ പോലും ചിലപ്പോൾ ഉറക്കത്തിൽ പോലും നിങ്ങൾ അച്ഛൻ്റെ പാട്ടുകൾ താളമായിട്ടുണ്ടാവും. അങ്ങനെയുള്ള മൂളിപ്പാട്ടുകളിലും അച്ഛൻ എഴുതിയ പാട്ടുകളിലും നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു നല്ലൊരു ലംഘിയായിട്ടൊരു പാട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനക്കുള്ള ബിഹാരി പെണ്ണിനെ കണ്ടേ, പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടക്കണ മീൻ കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, മീൻ കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചെയ്യേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, നേരം പോയി മീനും ചെയ്യേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനച്ചൊപ്പുള്ള ബിഹാരി പെണ്ണിനെ കണ്ടേ ഞാൻ. അത് വലിയ പാട്ടുകൾ പ്രതീക്ഷിക്കുന്നത് വരുമായിരിക്കും നമുക്ക് നോക്കാം. അപ്പൊ അതുപോലെ തന്നെ ഈ സ്വന്തം ഫീൽഡിൽ നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ തനതായ അസ്തിത്വം നിലനിർത്തി മുന്നോട്ട് പോകണം എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഒരുപാട് പദ്ധതികൾ താങ്കളുടെ മനസ്സിലുണ്ട്. അപ്പൊ അതില് മുന്നേ നമ്മൾ ഓഡിയൻസും നമ്മുടെ താല്പര്യമുള്ള എല്ലാവരും ബോച്ചയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധവും ആ ഒരു മേഖലയും. അപ്പോൾ കല എന്ന് പറയുന്നത് കേവലം നേരത്തെ പറഞ്ഞ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു ഇത് മാത്രമല്ല, അത് ഒരു ജീവനോപാധിയും അതുപോലെ തന്നെ എല്ലാ രീതിയിലും വളർന്നു വരുന്ന ഒന്നാണ്. അപ്പോൾ ആ നിലയിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് ബോച്ചയുമായിട്ടുള്ള ആ ഒരു സംഭവം എവിടെ എത്തി, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റും? അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മ്യൂസിക് കൾച്ചറാണ്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ചുറ്റിലും പാട്ടുകൾ എഴുതി വെച്ചിട്ടും പാടാൻ സാധിക്കുന്നതായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ലക്ഷ്യമിടുന്നത് സിനിമ
ഫോക്കസ് ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ ആകെ കുറച്ച് ആൾക്കാരുടെ ഫോക്കസാണ്. അപ്പൊ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും? ഇവർക്കൊരു സ്ഥലം തന്നെ, ഇവർക്ക് ഇവരെ സ്വന്തം പാട്ട് ചെയ്യാൻ. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മ്യൂസിക് കേരളത്തിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ വളരെ അപൂർവമായിട്ടുള്ളൂ. ഇപ്പൊ ഞാനീ പറയുന്ന കലാഭവൻ മണിച്ചേട്ടനും അച്ഛനും കൂടി ചെയ്തിട്ടുള്ള കുറച്ച് പാട്ടുകൾ, ഉമ്പായിക്കനെ പോലെയുള്ള ആളുകൾ, പിന്നെ ഇപ്പൊ റീസെന്റ് ജോബ് കുര്യനെ പോലെയുള്ള കുറച്ച് സിംഗേഴ്സ് അല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മ്യൂസിക്കിനെ കൊണ്ടുപോകുന്ന ആരാണ് സത്യത്തിൽ? നോർത്തിലേക്ക് നമ്മൾ കാണുന്ന പങ്കജുദാസ്, അനൂപ് ജലോട്ട മുതൽ ഇവരൊക്കെ ഞാൻ ഇപ്പോഴും പറയാം, നമ്മള് മരിച്ചുപോയി ജഗസിംഗ്. ഇപ്പൊ ജഗസിംഗ് സ്റ്റേജിൽ വന്നിട്ട് ഇത് കേൾക്കുന്ന ഓഡിയൻസിന് അത് കഴിഞ്ഞിട്ട് പുള്ളി എന്താ വെച്ചാൽ സ്റ്റേജിൽ വലിക്കും ആർക്കൊന്നും തോന്നില്ല. കാരണം എന്താ വെച്ചാൽ പുള്ളി സ്റ്റേജിൽ നിന്ന് പീഡി വലിക്കുന്നത് നല്ല കാര്യമല്ല. പക്ഷെ ആ പീഡി വലിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത ഒരു ഓഡിയൻസാണ് അദ്ദേഹത്തിന്റെ ഓഡിയൻസ്. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായി. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന കലാകാരനെ എങ്ങനെയാണ് ആളുകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് വെച്ചാൽ അവരുടെ നെഗറ്റീവ് പോസിറ്റീവ് അടക്കാണ് നിൽക്കുന്നത്. ഇപ്പൊ സൽമാഷിനെ ഞാൻ സ്നേഹിക്കുന്നത് സൽമാഷിലെ നെഗറ്റീവ് പോസിറ്റീവ് അടക്കാണ്. നല്ലത് മാത്രം സ്നേഹിക്കാൻ ആരാണ് നമുക്ക്? നിങ്ങളിലെ സൽമാഷിനെ മോശമാണെന്നാണ് ഞാൻ എടുക്കേണ്ടത്. അപ്പോഴല്ലേ ഞാൻ നല്ല മനുഷ്യനാണ്. ആ മോശത്തിന് എനിക്ക് തിരുത്താൻ സാധിച്ചാൽ, അല്ലെങ്കിൽ മാഷ ചെയ്ത് മോശമാണ്, തിരിച്ച് മാഷനോട് ഇങ്ങനെ പറയുന്നത് മോശമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് മോശമാണ്, ഇതൊക്കെ മാത്രം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻ ഉണ്ടാവും. ഈ പ്രത്യേകിച്ച് കലാകാരന്മാരുടെ ഇമോഷൻസ് കൂടുതൽ, ബാക്കിയുള്ള മനുഷ്യരെ അപേക്ഷിച്ച് കലാകാരൻ ഇമോഷൻ കൂടുതലാണ്. അപ്പൊ പബ്ലിക്കായിട്ട് ഒരു പീഡി വലിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് ആ പീഡി വലിച്ച് പാട്ട് പാടുന്ന ആളാണ് ജഗസിംഗ്. അദ്ദേഹത്തിന്റെ ശബ്ദങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കാം. നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കാം, ജഗസിംഗിന്റെ ഗസൽസ് കേട്ടു നോക്കാം. എന്റെ രാവിലെ ഞാൻ എന്റെ ഭാര്യനേക്കാളും കൂടുതൽ കിടന്നുറങ്ങുന്നത് ജഗസിന്റെ കൂടെ. എന്റെ ഉറക്കം ഉണരുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ. കാരണം ഭയങ്കര മോട്ടീവാണ്. ഇങ്ങനെ മനസ്സിലിങ്ങനെ മഴയായിട്ട് പെയ്യുന്ന ഒരു വോയിസാണ്. അദ്ദേഹത്തിന്റെ പരിമിതി മരിച്ചുപോയി. അപ്പൊ ആ ഒരു കലാകാരൻ എന്ന് പറയുന്നത് അദ്ദേഹം സിനിമയിൽ പാടുന്നതിനേക്കാളും അദ്ദേഹത്തിന് പറയാൻ പാടാനുള്ളതൊക്കെ അദ്ദേഹം സ്വന്തമായിട്ട് പാടി വെച്ചിട്ട് മരിച്ചുപോയി. കലാഭവൻ കൂടി അങ്ങനെ അത് എത്ര പേര് കേരളത്തിൽ നമ്മൾ ലിസ്റ്റിൽ പോയി ഞെട്ടിക്കുന്ന കണക്കാണ്. അതായത് ഒരു കലാകാരനെ സംബന്ധിച്ച് ഒരു പാട്ടുണ്ടാക്കാൻ ചിലപ്പോൾ പറ്റും. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പാട്ട് പറ്റും. അടുത്തത് അവൻ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവന് പദസമ്പത്ത് വേണം. പദസമ്പത്ത് വേണമെങ്കിൽ എന്ത് വേണം? അവൻ വായിക്കണം. അല്ലെങ്കിൽ അവരുടെ ജീവിത അനുഭവത്തിൽ നമുക്ക് കണ്ട കാര്യങ്ങൾ അവൻ ഒബ്സർവ് ചെയ്യാൻ പറ്റണം. സസ്റ്റൈനബിൾ ആയിട്ട് ഒന്നിൽ കൂടുതൽ പാട്ടുകൾ സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതാനും അതിനെ ട്യൂൺ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ, ഫ്രസ്റ്റേബിൾ ആയിട്ടുള്ള 80% ആളുകൾ കേരളത്തിലുണ്ട്. ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യമാണ്. ആ ആളുകൾ നമ്മൾ എവിടെ കൊണ്ടുവരും? ആ ആളുകൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ മ്യൂസിക്കിൽ സഞ്ചരിക്കാനും അതിൽ നിന്ന് അവർക്ക് ജീവിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ എന്ന് പറഞ്ഞ കാര്യക്കപ്പുറം കലാകാരന്മാർ സ്വതന്ത്രമായിട്ടൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരും. ആ പ്ലാറ്റ്ഫോമാണ് ഞാൻ ബോച്ചയൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ബോച്ചയെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പാരലായിട്ട് ഞാൻ ബോച്ചറിയാൻ ഒരുപാട് ബിസിനസ്സും ഒരുപാട് തിരക്കുള്ളവരാണ്. അപ്പം നമ്മൾ ഈ കലാകാരന്മാർ എന്നതിനപ്പുറം അവർക്ക് അവരുടെ ബിസിനസ് കോൺസെപ്റ്റുകളുണ്ട്. ഞങ്ങൾ തമ്മിൽ കയ്യപ്പായി ബോച്ചയ്ക്ക് ഒരുപാട് ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പുകൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ സ്വന്തം ബ്രാൻഡിൽ ഷൈറ്റ്യൂൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4,999 രൂപയുടെ പാക്കേജ്, അതായത് പാട്ടിറക്കാൻ 20,000-25,000 വരുന്ന ആളുകൾക്ക് ചെറിയ അമൗണ്ടിൽ പാട്ടിറക്കാൻ കൊടുക്കുന്ന ഒരു പാക്കേജ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഈ വീഡിയോ എടുക്കുന്ന അരുണടക്കമുള്ള 30 പേര് ഇതിലൂടെ ജീവിക്കുന്നു, ഈ ആശയത്തിലൂടെ ജീവിക്കുന്നു എന്ന് പറയുന്നതാണ് ഞാൻ അതിൽ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവ്. അപ്പോൾ കല എന്ന് പറയുന്നത് അതിജീവനത്തിനും നമുക്ക് ജീവിക്കാനും ഒക്കെ പറ്റുന്ന സാധനമാണ്. പലപ്പോഴും നമ്മൾ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ 4,999 രൂപയുടെ പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു പാട്ടുകാരൻ എങ്ങനെ അങ്ങനെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് പോകുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് തബല വായിക്കാറില്ല. ഞാനൊരു കടയിൽ പോയിട്ട് തബല വായിക്കാൻ നന്നായിട്ട് തബല വായിച്ചത് ആ തബലയ്ക്ക് നമ്മൾ തരും. ആ തബലയ്ക്ക് ഇത്ര പൈസ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കച്ചവടമില്ലേ? നന്നായിട്ട് കീബോർഡ് വായിക്കാറില്ല. ഞാൻ ഭയങ്കരമായിട്ട് കീബോർഡൊക്കെ വായിച്ച് ലീനൊക്കെ വായിച്ച് ഭയങ്കര സംഭവമാക്കി അവരെ കേട്ടിട്ട് ചേട്ടാ ഇഷ്ടമായിട്ട് കീബോർഡ് അവർ തരുമോ? അവർ പൈസ വാങ്ങിക്കില്ലേ? അപ്പൊ ഒരു കലാകാരന് പൈസ പറയുന്നത് ഞാൻ ചെയ്യുന്ന പൈസ ഇല്ലേ? അപ്പൊ എന്റെ സ്കില്ലിന് പൈസ ഇല്ലേ? ഞാൻ പഠിച്ചെടുക്കുന്ന പൈസ ഇല്ലേ? അപ്പൊ മാന്യമായിട്ട് ഞാൻ ഒരു പൈസ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കലാകാരനാണ് പൈസ പറഞ്ഞത്, കലാകാരൻ പൈസ പറയും. ഞാൻ ചെയ്യുന്ന തൊഴിലിൽ എത്ര പൈസയാണ് എന്റെ മൂല്യം എന്ന് ഒരാളെ മുന്നിലും അടിയറ വയ്ക്കാതെ കൃത്യമായിട്ട് പറയും. 5,000 രൂപയ്ക്ക് ഞാൻ പാട്ട് ചെയ്യുന്നതാണ്, അത് ഞാൻ ചെയ്തോളൂ. എനിക്ക് എത്ര വലിയ കൊമ്പത്താണ് അത് ഞാൻ വെറുതെ പറയുന്നത്, എന്റെ മനസ്സിലാക്കി ഞാൻ പറയുന്നത്. കാരണം ആ പശ്ചാത്തലത്തിലാണ് ഞാൻ വരുന്നത്. അപ്പൊ അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നു. കാരണം ഇതൊരു മോഡലാണ്.
ഇത്തരം പാട്ടാക്കാൻ സാധിക്കാത്ത ആളുകൾ. ഞാൻ പറയാം, ഇപ്പോൾ പൈനൂർ വീണ മാഷ്, അദ്ദേഹം ഒരു വർഷം മുമ്പ് കരുവള്ളൂർ വെച്ചിട്ട് സ്കൂട്ടറിൽ ഇങ്ങനെ പോകുമ്പോൾ വീണു, പഠിച്ചിട്ട് സ്ട്രോക്ക് ആയിപ്പോയി. പുള്ളി മരിച്ചു വിദ്യയിൽ അവിടെ തിരിച്ചു വന്നിട്ട് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം വിഷുവിന് പാർട്ടി എടുത്തപ്പോഴാണ് പുള്ളി വരുന്നത്. അവരുടെ വൈഫ് മോൾ അമേരിക്കയിലാണ്, വൈഫും മാഷും എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ വൈഫ് എൻ്റെ ആവശ്യപ്പെട്ട കാര്യം പറഞ്ഞു, മാഷ് സെയിം ആയിക്കൊണ്ടിരിക്കുക, ഒരു മിനിറ്റ് മാഷിൻ്റെ സമയം കൊടുത്താൽ മാഷ് ഉറങ്ങും. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞ മെഡിസിൻ കഴിച്ചാൽ ഉറങ്ങാൻ പാടില്ല. മാഷ ആരോഗ്യം ഇന്ന് എൻ്റെ ടൂണാണ്. മാഷ ഞാൻ ഉറങ്ങാണ്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഓരോ ദിവസം. കാരണം മാഷ ഞാൻ രാവിലെ മാഷ എത്ര വരികയാണെന്ന് മാഷ വരികയും അപ്പൊ ഞാൻ കൂടിപ്പെടും. അപ്പോൾ മാഷ എനർജിയായി, അപ്പോൾ മാഷ വീണ്ടും അങ്ങനെ ഓരോ ദിവസവും സംഗീതം കൊണ്ട് ഞാൻ മാഷ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് മാഷ എനിക്ക് പൈസ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായി മാഷക്ക് ഇതിന്റെ ഒരു പോയിന്റ് മനസ്സിലായോ, എങ്ങനെയാണ് കല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത്. വെറുതെ പാർട്ടികൾക്കൊക്കെ പോകല്ല. അവര് പറയുന്നത് മാഷ് ഒരു 10 മിനിറ്റ് സമയം കിട്ടിയാൽ അപ്പോൾ ഉറങ്ങും. ഒരു അത്രയും ഹൈ ദിവസമാണ് ഈ ഉറങ്ങാതിരിക്കണേ മാഷ ബ്രെയിനിൽ നിന്ന് ഉറങ്ങിരിക്കണം. അപ്പോൾ മാഷക്ക് അത് വിഷയം കൊടുക്കും. മാഷ ഇപ്പൊ ഭയങ്കര ലഹരിക്കൊരു ഭയങ്കര പ്രശ്നമാണ്. കുട്ടനാട് മാഷ ലഹരി വിരുദ്ധ കാലം നടത്താണെന്ന് എഴുതും മാഷ. ആ ദിവസം മുട്ടന്നെ പിന്നെ എന്നെ ഫോൺ വിളി അരുണാണ് ശേഷം ഫോൺ വിളിക്കുന്നു. മാഷ വിളിക്കും. മാഷ എൻഗേജിലാണ്. ഏകദേശം 1.5 വർഷമായി മാഷ വളരെ ഹെൽത്തി ആയിട്ട് പോകുന്നു. അപ്പൊ അതും ഒരു കലാകാരൻ എന്നുള്ളതിലേക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ഇതൊക്കെ ജീവിതത്തിലേക്ക് സംഗീതം അങ്ങനെ കടന്നു വരുന്ന ഒരു കാര്യം. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്നതും അത് തന്നെയാണ്. നമ്മുടെ കലയെ, നമ്മുടെ സാഹിത്യത്തെ ഇപ്പൊ ഈ ലോകത്തിന് മുന്നില് നമ്മൾ ഒരുപാട് പലതിനും അഹങ്കരിക്കുന്ന മനുഷ്യൻ നമ്മളിപ്പോ മനുഷ്യന്മാരെ ഇപ്പൊ ഈ പ്രകൃതിയെ കുറിച്ച് വിധിയെഴുതുന്നവരാണ് മനുഷ്യന്മാർ. പക്ഷെ കോടാനുകോടി ജീവികളുടെ ഇടയിലുള്ള ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ സുഖങ്ങളും ഓരോ ദുഃഖങ്ങളും ഒപ്പിയെടുത്തതാണ് ഈ നമ്മുടെ സാഹിത്യ സമ്പത്ത് എന്ന് പറയുന്നത്. അതില് ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന നാടൻ ശൈലി. ആദ്യം എന്നോട് ചോദിച്ച, എനിക്ക് ഉത്തരം മുട്ടിച്ച ആ ചോദ്യം പോലുള്ള ഒരുപാട് വാക്കുകൾ ഇനിയും ഒരുപാട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയുള്ള വാക്കുകൾ ചേർത്തിട്ടുള്ള തനി നാടകമായിട്ടുള്ള ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടാൻ പറ്റും. ഇപ്പൊ ചാലക്കുടി ചന്ദ്രൻ പോയപ്പോഴുള്ള നമ്മുടെ ഈ എഴുത്ത് പാട്ടും അതുപോലെ തന്നെ നമ്മുടെ നാടൻ പാട്ടിന്റെ തന്നെ ശൈലിയിലുള്ള പാട്ടുകളുണ്ട്. എഴുതുന്നതും അല്ലാത്തതുമായ പാട്ടുകളുണ്ട്. അതിനെക്കുറിച്ച് 2 വരി പറഞ്ഞു. ഇപ്പൊ നമ്മുടെ തോറ്റങ്ങൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഈ വയലുകളിൽ നിന്ന് തന്നെ ജനിക്കുന്ന പാട്ടുകൾ, പണിയിടങ്ങളിൽ നിന്ന് ജനിക്കുന്ന പാട്ടുകൾ. നേരത്തെ പറഞ്ഞുകൊണ്ട് അവരുടെ വർക്കിലോടിനെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി അവർ തനിയെ തന്നെ ഉണ്ടാക്കുന്ന പാട്ടുകളും എഴുത്തുപാട്ടുകളും തമ്മിലുള്ള ഒരു വ്യത്യാസവും അതിലേതൊരു ഒരു പാട്ട് ഓർമ്മിച്ചു. അങ്ങനെ പറയുമ്പോൾ ഓർമ്മ വരുന്നില്ല ഈ പദങ്ങള് മുമ്പായി വെച്ചാൽ ഓർമ്മ അങ്ങനെ ഭയങ്കര വാക്കാണോ? മുമ്പായി വെച്ചാൽ പാടാൻ കത്തണം. പ്രാണം എന്ന് പറഞ്ഞാൽ ജീവിതം, വിശപ്പതായിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു അർത്ഥം. ചിലപ്പോൾ ആൾക്കാർക്ക് അറിയില്ല, അത് അച്ഛൻ്റെ പാട്ടല്ല, അതുകൊണ്ട് എനിക്കറിയാം അച്ഛൻ്റെ പാട്ട്. അതേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പദസമ്പത്തുകളെ കോർത്തിണക്കിയിട്ട് പാട്ടാക്കുക എന്ന് പറയുന്നത് അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുള്ള പാട്ടുകൾ സത്യത്തിൽ എൻ്റെ ലിസ്റ്റിലില്ല. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച് വരുന്ന സമയത്ത് ഇത്തരം പാട്ടുകളാണ്. ഈ കാരികുരി എന്ന് പറയുന്നത് കാരികുരി കരഞ്ഞുടങ്ങയോ പൂവാക്കിലേക്ക്, കാരികുരി കരഞ്ഞുടങ്ങയോ പൂവാക്കിലേക്ക്, കുണ്ടലൊഴിയിലെ കട്ടെങ്കിലും തട്ടി തട്ടി തടയാതെ പോവാൻ, കുണ്ടലൊഴിയിലെ കട്ടെങ്കിലും തട്ടി തട്ടി തടയാതെ പോവാൻ, ആ കാരികുരി കരഞ്ഞുടങ്ങയോ പൂവാക്കിലേക്ക്, കാരികുരി കരഞ്ഞുടങ്ങയോ പൂവാക്കിലേക്ക്. ഇതാണ് എനിക്ക് അത്തരത്തിലുള്ള ഒരു പാട്ടായിട്ട് ഓർമ്മയുള്ളത്. പിന്നെ ഈ പറഞ്ഞ കുറെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറെ പദങ്ങളായി. പക്ഷെ ഇപ്പൊ അതൊക്കെ നമ്മൾ ഒരു 10-15 വർഷമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് തുറപ്പിടിച്ചു പോയി. പല പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. നിത്യവിവേകത്തിൽ പറഞ്ഞ് തുറപ്പിടിച്ചു മോളിവിടെ ഉണ്ട് അല്ലേ? പിന്നെ മോളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാരണം മുമ്പൊരിക്കൽ ഉണ്ടായിട്ടുള്ള മോള് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Attam
കാശുണ്ടാക്കാനുള്ള വഴി ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരിട്ട് പരിചയപ്പെട്ടില്ലെങ്കിലും 2-3 വർഷം മുമ്പേ നമ്മുടെ കാവ്യ കൂട്ടായ്മയിൽ കാവ്യ അക്കാദമി കലാകൂട്ടായ്മയിൽ അങ്ങ് അതിഥിയായി നമ്മളോട് സംവാദിച്ചിട്ടുണ്ട്. പ്രതീക്ഷ ഇടയിലൂരിന്റെ അന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നേരിട്ട് കാണാൻ പറ്റും. പക്ഷെ അറിയായിരുന്നു ടീച്ചേരിയാണ്. എന്നാലും ബാക്കിയെല്ലാ കാര്യം അറിയാം. എനിക്കുള്ളത് പറയാനുള്ളത്, കളിയാട്ടക്കാലമായി കാവുണരും നേരമായി അങ്ങ് സംവിധാനം ചെയ്ത് മാറിയ സിനിമയിലെ ഗാനം സുനിൽ കല്ലൂരെന്ന നമ്മുടെ നാട്ടുകാരനായ എഴുത്തുകാരൻ്റെ ഗാനം. അതുപോലെ അടുത്ത കാലത്ത് മൺമറഞ്ഞു പോയ സോമൻ പണിക്കർ സംവിധാനം ചെയ്ത സിനിമ എങ്ങനെയായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ്? അതിന് 2 വരി പാടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. സോമൻ പണിക്കർ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, തീച്ചാമുണ്ടി തെയ്യം. തീച്ചാമുണ്ടി ചെയ്യും നമുക്ക് ഈ മലബാറിലെ ചാമുണ്ടി തെയ്യം കെട്ടുന്ന അപൂർവം കലാകാരന്മാരുള്ളവരാണ്. അതോടൊപ്പം തന്നെ ഈ തെയ്യം കലാകാരന്മാർ അനുഭവിക്കുന്ന എല്ലാ വിഷമതകളും നേരിട്ട് അനുഭവിച്ച ഒരു മഹത് വ്യക്തിത്വം. അതുപോലെ അദ്ദേഹം ഈ ഒരു ഫീൽഡിൽ നിന്നും ഏറ്റവും വലിയ അംഗീകാരം കുടുംബജീവിതത്തിലേക്കൊന്നും കടന്നില്ലെങ്കിലും പട്ടുപ്പടയിൽ ലഭിക്കുക എന്ന് പറയുന്ന വലിയ അംഗീകാരം നേടിയ മനുഷ്യൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ എവിടെയോ ഇതുപോലെ ഒരു പിടിവഴി നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാവാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രശസ്തിയുടെ ലോകത്തേക്ക് കൈപിടിച്ച് കയറാനായിപ്പോയത്. അദ്ദേഹം നമ്മുടെ മട്ടന്നൂരിന്റെ ഒരു ഇപ്പം നീറുന്ന വേദന കൂടിയാണ്. വലിയ സ്വപ്നങ്ങൾ നമുക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം കടന്നുപോയി. ആ ഒരു ഓർമ്മ കൂടി ഇവിടെ പുതുക്കുകയാണ്. പിന്നെ അതിന്റെ മേലെ നിൽക്കുന്ന ഒരു സാധനമാണ് മലയൻ. മലയന്റെ ഇങ്ങനെയാണ് പാട്ട് തുടങ്ങുന്നത്. കളിയാട്ടക്കാലമായി നേരത്തെ പറഞ്ഞല്ലോ പേടൻ എന്തുകൊണ്ട് ജനകീയമാകുന്നു എന്ന് ചോദിച്ചാൽ പേടന്റെ ആ റാപ്പ് മ്യൂസിക് എന്ന് പറയുന്ന ആ ശ്രേണി എന്താ പറയുക ആ ഒരു ക്രൈറ്റീരിയ മാറ്റി നിർത്തിക്കൊണ്ട് വേടന്റെ വരികളൊന്നും കേട്ട് നോക്കി ഒന്നുമില്ല നമുക്ക് ഏശില്ല. അത് നമ്മളിലേക്ക് എങ്ങനെ കയറ്റിത്തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മ്യൂസിക്കാണ് നമ്മളിലേക്ക് ഫസ്റ്റ് വരുന്നത്. ആ മ്യൂസിക് ഫസ്റ്റ് വരുമ്പോൾ അതിന്റെ ബാക്കിലാണ് വരി വരുന്നത്. വരി വരുന്നത് എല്ലാവരും വെറുതെ പറയുന്നത്. അത് അങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കണമെന്ന സംഭവമല്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം അതിപ്പോ ഈ ജാതീയത അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതൊക്കെ ചില ആളുകളുള്ളിൽ ഉണ്ടാവും, ചില ആളുകളുള്ളിൽ ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഓരോ ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ പാർട്ട്നേഴ്സ് ചെന്നൈയിൽ എനിക്ക് 5 പാർട്ട്നേഴ്സ് ഉണ്ട്. അവരെന്നെ ജാതി നോക്കിയിട്ടില്ല. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഷൈനിലേക്ക് ജാതി നോക്കിയിട്ടല്ല, ഇതിലെ കലാകാരന്മാർക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ഏരിയയിൽ നമുക്ക് ഇതിനൊന്നും ബാധിക്കില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത് ഇതിനെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ എത്തിക്കേണ്ട ഒരു വേ ഉണ്ടാവും എല്ലാ കാര്യത്തിലും. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നത് ഒരു അൽഗോരിതത്തിലാണ്. ഇപ്പൊ മാഷ് എന്ത് കാണണം എന്ന് മാഷിന് തീരുമാനിക്കുന്നില്ല. അത് തീരുമാനിക്കുന്നത് അൽഗോരിതം വേറെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വേദസുദ്ധിനെ നമുക്ക് കാണേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് സന്ദർഭത്തിന് കാണേണ്ടി വരുന്നത്. എനിക്ക് വേദസുദ്ധിനെ കാണണമെന്നില്ല, പക്ഷെ കാണിച്ച് നടന്നു ഫേസ്ബുക്ക് അല്ലെങ്കിൽ കാണിച്ച് നടന്നു യൂട്യൂബ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്താൽ അതിന് മുന്നിൽ വരും. അവരനുസരിച്ച് എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരു സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയും. നമുക്കിപ്പോൾ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പണമാണ്. ഇന്ന് പണമല്ല. മാഷക്ക് ഒരു 10 ലക്ഷം പേര് മാഷ ഒരു കണ്ടക്ടർ കാണാനുണ്ടെങ്കിൽ മാഷക്ക് എമൗണ്ട് തരാൻ ഇവിടെ ബിസിനസ്സുകാർ ഉണ്ട്. അതാണ് സോഷ്യൽ ക്യാപിറ്റൽ. അതാണ് ഇവർക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് വേണ്ടെങ്കിലും നമ്മളിലേക്ക് ഇവരെ കൊണ്ടിട്ട് തരും. ഇത് ഞാൻ പഠിച്ചത് എൻ്റെ ആശ കോച്ചങ്ങൾക്കുള്ള പറയാ. ഇന്ത്യ കണ്ടാല് ഏറ്റവും നല്ല മാർക്കറ്റിംഗ് പേഴ്സണാണ് ഓഫീസുള്ളത്. 3 ദിവസം അദ്ദേഹത്തിലൂടെ താമസിച്ച ആളാണ്. പുള്ളി എനിക്ക് പറഞ്ഞ കുറെ ട്രിക്സുകളുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ
മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുക എന്നത് വലിയ കാര്യമാണ്. നമ്മളിപ്പോ എയർപോർട്ട് മാർക്കറ്റിംഗ്, മോഹൻലാലൊക്കെ പറഞ്ഞാൽ ഭയങ്കര BGM നമുക്ക് ഇങ്ങനെ വരുന്നത് മാർക്കറ്റിംഗ് പൈസ കൊടുത്ത് ചെയ്യുന്നതാണ്, ആരാധന ചെയ്യുന്നതല്ല. എയർപോർട്ട് വീഡിയോ ചെയ്യാനായിട്ടുണ്ട്, അതുപോലെ ബസ് സ്റ്റാൻഡ് വീഡിയോ ചെയ്യാനായിട്ടുണ്ട്. അവർക്ക് മന്ത്രി പൈസ കൊടുക്കുന്നു, മോഹൻലാൽ വന്നാൽ BGM കൊടുക്കുന്നു, എയർപോർട്ടിനകത്ത് പുറത്തേക്ക് വരുന്നു, അതിന് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നു. ഈ സാധനം നമ്മൾ എന്ത് കാണാതാവുമോ അത് മാഷ് ഇത്രയുള്ള സംഭവം. അപ്പൊ ഇതിങ്ങനെ ഈ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാനുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത്. അതിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് കാലം ഉണ്ടാവും, കുറച്ച് എഴുതി കാണില്ല. നമ്മൾ 5 വർഷം മുന്നേ കണ്ട ആൾക്കാർ പലരും ഇന്നില്ലല്ലോ, അന്ന് നമ്മൾ അത്ഭുതപ്പെടുത്ത പല ആളുകളില്ലല്ലോ. ഇപ്പൊ റാപ്പ് മ്യൂസിക് എന്ന് പറയുന്നത് അടുത്തൊരു ജനറേഷൻ ആസ്വദിക്കാൻ പോകുന്നത് അത് തന്നെയായിരിക്കും, അത് സംശയമൊന്നുമില്ല. കാരണം മന്തി, അൽഫാം, അതായത് ഒറ്റ ചിക്കനേ ഉള്ളൂ, 65 പേര്. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ വകഭേദങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ നാടൻ പാട്ടുകാർ എന്തുകൊണ്ട് ഈ ചട്ടയിലും മണ്ഡലത്തിൽ കൊട്ടുന്നു വെച്ചാൽ അന്ന് ഗിറ്റാർ കിട്ടി അവർ ഗിറ്റാർ വെച്ച് പാടും. അന്ന് നാടൻ പാട്ട് പാടുന്ന ആളുകൾക്ക് അവര് പട്ടിണി മാറ്റാൻ വേണ്ടി ഒന്നാമതൊരു കലാരൂപമല്ല, നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത് ഒരു കലാരൂപമല്ല. സത്യത്തിൽ അവരെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു പർട്ടിക്കുലർ കുറച്ച് ആളുകൾക്ക് ഹാപ്പിനെസ് കിട്ടാനും അവരുടെ ദുഃഖം സന്തോഷം ഒക്കെ പങ്കുവയ്ക്കാൻ പാട്ടുകാർ ഒരു ചാവുപാട്ട് എന്നൊരു സംഭവം. ഈ ചാവുപാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാല് മരിച്ചു കഴിഞ്ഞാൽ തമ്പ്രാക്കന്മാർ കരയില്ല, അടിയാളർ കരയണം. അപ്പൊ അടിയാളർ കരയണ കരഞ്ഞോണ്ട് അവർ പോയിട്ടാണ്. അതൊരു പാട്ടാ ചാവുപാട്ട്. എന്റെ അമ്മാമയുടെ അമ്മയോട് പാടിയിട്ടുണ്ട് ചാവുപാട്ട്. ആ അപ്പൊ ആ ചാവുപാട്ട് പാടുമ്പോ ഞങ്ങളെ ഉള്ളന്നൂർ മന, എന്റെ നാട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ ഉള്ളന്നൂർ മനയിൽ തമ്പുരാൻ മരിച്ചു കഴിഞ്ഞാല് എന്റെ അമ്മാമയുടെ അവിടെ ചാവുപാട്ട് പാടിയിട്ടില്ലേ. അപ്പൊ അവർക്ക് ഭയങ്കര പട്ടമളി കിട്ടുന്നോണ്ട് ഭയങ്കര ആ തമ്പുരാൻ മരിച്ചു ഉള്ളന്നൂർ മനയിലെ നാലാമത്തെ തമ്പുരാൻ മരിച്ചത് എന്റെ അമ്മയെ ചാവുപാട്ട് പാടി എന്ന് പറയുമ്പോ അവർക്ക് കിട്ടുന്ന സന്തോഷം ഇതെന്താണെന്ന് അറിയോ. ചാവുപാട്ട് അറിയാം. ചാവുപാട്ട് എന്ന് പറയുന്നത് അവര് മരിച്ചു കഴിഞ്ഞാൽ പാടാൻ വിധിക്കപ്പെട്ട ഒരു ജനതയുടെ അവര് ഒട്ടും ആത്മാർത്ഥ്യം ഉണ്ടാവില്ല, അവര് കടമയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവര് ജീവിതം കൊടുത്ത ഒരു ഈണം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു പാട്ട് രൂപത്തിൽ വരും. ഇതിന്റെയാണ് നമ്മൾ എഴുതി പറഞ്ഞ കാര്യം പറയുന്നത്. കാര്യങ്ങൾ പറയും. ചായ വെച്ചിട്ട് നാൽപ്പത് ചായ കത്തിലൂടെ ചായ കുടിക്കാൻ ഇത് ഈ ചാവുപാട്ട് എന്ന് പറഞ്ഞ സംസ്കാരത്തിൽ വന്നിട്ടുണ്ട്. നെഞ്ചത്തടിച്ച് കരയാൻ പറഞ്ഞ ചാവുപാട്ട് രീതിയാണ്. ഇങ്ങനെ നമുക്ക് പണ്ട് മുതലേ നമ്മൾ ആചരിച്ച് വന്ന കുറെ കാര്യങ്ങളിലാണ് ഈ മതഭേദങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിലേക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം തമിഴ്നാടിന്റെ ഇപ്പൊ തമിഴ്നാടിനാണ് ചാവുപാട്ട് പാടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. കപ്പയും കഞ്ഞിയും പിന്നെ പുഴുക്കും തിന്നിട്ട് നമ്മൾ അൽഫാമിലേക്ക് കുടുംബത്തിലേക്ക് എത്തി. ഇനി തിരിച്ച് നമ്മൾ കപ്പയിലേക്ക് പോകണമെങ്കിൽ ഇതേപോലത്തെ സെറ്റപ്പിൽ കപ്പ കൊടുക്കണം. അപ്പൊ കിട്ടും. വേറെ ഒരു വകഭേദം മാറ്റിയിട്ട് കൊടുത്താൽ ഞാൻ പറഞ്ഞില്ല, ചക്കച്ചവ ഇവിടെ പറമ്പിൽ മൊത്തം നമ്മൾ ചക്ക നശിച്ചു. ഗൾഫിൽ പോയിട്ട് പാക്കേജ് സാധനം ഒരു ചോളയ്ക്ക് 80 രൂപ 200 രൂപ കൊടുത്ത് എയർപോർട്ടിൽ പോയിട്ട് 200 രൂപ 300 രൂപ ഒരു ചോളയ്ക്ക് മാറ്റി തിന്നുന്നുണ്ട്. പറമ്പിലുള്ള ചക്ക തിന്നുന്നില്ല. അത് നമ്മൾ അത്രയുള്ള സംഭവം. അപ്പൊ ആ രീതിയിൽ പാക്ക് ചെയ്തിട്ട് പുതിയ ലോകത്തിലേക്ക് വാക്കുകൾ എത്തിക്കാനുള്ള വഴികൾ എന്തായാലും സൽമാഷും അതുപോലെ ഷൈൻകളും നമുക്ക് തന്ന ഒരുപാട് അറിവുകളും അതുപോലെ തന്നെ വരും കാലങ്ങളിൽ നമ്മൾ ഈ കലാരൂപത്തെ എങ്ങനെ കാണണമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത് വളരെ ഉപകാരം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഇഷ്ടകലാകാരനായ കലാഭവൻ അറിയപ്പെട്ടത് ആ നാടൻ പാട്ടിന്റെ രീതിയിൽ കൂടി തന്നെയാണ്. കലാഭവൻ മണി സിനിമയിൽ വന്നിട്ടല്ല അറിയപ്പെടുന്നത്, ശരിക്കും ആ നാടൻ പാട്ടിൽ കൂടിയാണ്. ആ നാടൻ പാട്ടിന്റെ യഥാർത്ഥ കർത്താവ്, അതിന്റെ രചന നിർവഹിച്ചത് അദ്ദേഹം ബഹുമാനപ്പെട്ട ശങ്കുമാറിന്റെ പിതാവായ മുരുകൻ വെങ്കടനാണ്. അദ്ദേഹം വേണ്ട രീതിയിൽ അറിയപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ കാലഘട്ടത്തിൽ ഇടം കിട്ടാത്തതെന്ന് അറിയപ്പെടാതെ പോയ ഒരു വ്യക്തി തന്നെയാണ് ചിത്രം. പക്ഷെ ഷൈൻകുമാർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നവീനമായ യുഗത്തിന് ഏറ്റവും സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി സാധിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഷൈൻ വെങ്കടങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒരു നാടൻ ശൈലിയിലോ അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിലോ വരുന്ന തലമുറകൾക്ക് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സംഗീതം നമുക്ക് നൽകിയിട്ടുണ്ടോ, ഇനി നൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രചിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈണം നൽകിയിട്ടുണ്ടെങ്കിൽ
അതിവിടെ ആലോചിക്കണം തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സനൽ മാഷ് നല്ലോണം പാടുന്ന ഒരു വ്യക്തി തന്നെയാണ്. സനൽ മാഷും പറ്റാവുന്നവർ ഇഷ്ടമുള്ള ഒരു ഗാനം പാടി എല്ലാവരും സന്തോഷിപ്പിക്കണം തന്നെയാണ് പറയുന്നത്. സനൽ മാഷ് നല്ലൊരു ഗായകൻ തന്നെയാണ്, നമുക്ക് അറിയപ്പെടുന്ന ഒരു ഗായകൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ബാബാമണ്ണൊക്കെ പറഞ്ഞപ്പോ മോശാക്കാൻ പാടില്ല, ഒരു പ്രയത്നം ചെയ്ത് നോക്കിയതാണ്. ഒന്ന് പാടി നമ്മളെ ഈ ഓഡിയൻസിനെ ഒന്ന് സന്തോഷിപ്പിക്കണം. അതുപോലെ തന്നെ ഷൈൻ കണ്ടണെങ്കിൽ എന്തെങ്കിലും നമുക്ക് പുതിയ തലമുറകൾക്കുള്ള ഒരു മെസ്സേജ് അദ്ദേഹം രചിച്ചു വെച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. സമൂഹത്തിൽ നമുക്ക് ഇതിലും കൂടുതൽ നമുക്ക് അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ ഒരു വൈറലായി മാറാൻ ഷൈൻ കണ്ടങ്ങളിൽ സാധിക്കുന്ന ഒരു ഗാനം. അതായത് നമ്മളിപ്പോ പറഞ്ഞു വന്നത് അവസാനിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരുപാട് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പൊ 4500 രൂപയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ വളരുന്നവരെ വളർത്തിക്കൊണ്ടുവരേണ്ട പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉള്ളിലുണ്ടോ ആ രീതിയിൽ? അതിലേക്ക് ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ടായി. നമ്മൾ നട്ടു വളർത്തുന്നത് ചെടികളാണ് അല്ലേ? നട്ടു വളർത്തുന്ന ചെടികൾ താനെ വളർന്നത് മരങ്ങളാണ്. കാട്ടിലാണ് ഏറ്റവും വലിയ മരങ്ങൾ. നമ്മളതിന് വെള്ളം വെച്ചിട്ടില്ല. വീട്ടിൽ നമ്മൾ വെള്ളം എടുക്കുന്ന റോസാ ചെടി, നാമ്പടിപ്പൂ. അപ്പം നമുക്കെപ്പോഴും വളർത്താൻ ഇഷ്ടം നമ്മുടെ കീഴിൽ നിന്നും വളരുന്നതാണ്. വളർച്ചയുടെ മറ്റുള്ളവർ വളർത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പറയുന്നത്, വളർത്തുന്നവർക്ക് എപ്പോഴും അവരുടെ ഈ ഹൈറ്റിൽ നിന്ന് മേലേക്ക് വളർത്താൻ അവർ ഇഷ്ടപ്പെടില്ല. അത് വളർത്തുന്നതിൻ്റെ ഒരു ശാസ്ത്രമാണ്. ചിന്തിച്ച മനസ്സിലാവുക. വളർത്തുന്നവർക്ക് ഒരിക്കലും നമ്മുടെ ഹൈറ്റിന് മേലെ വളർന്നവരെ ഇഷ്ടമാവില്ല. അവൻ അഹങ്കാരിയായിട്ട് മാറും. അവന്റെ മൂല്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അവൻ ഇവനൊപ്പം വളരാതെ അത്രയും കാലത്തോളം അവൻ നല്ല വ്യക്തിയായിരിക്കും. ഞാൻ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ഡാറ്റാസ് കംപ്ലീറ്റ് ഞാൻ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മൾ വളർച്ച എന്ന് പറയുന്നത് നമ്മളെ വളർത്തുന്ന ഒരാൾക്ക് ഒപ്പം നമ്മൾ നിന്ന് വളരുകയാണെങ്കിൽ അവന്റെ ഒപ്പം ആവുന്ന ഒരാൾ പറയും, ഈ അടിപൊളിയാന്ന് പറയും. അവനേക്കാൾ 2 അടി ഹൈറ്റ് കൂടിയാൽ ഫസ്റ്റ് അവനെ പറയാം, അവൻ പണ്ടത്തെ പോലെ തന്നെ അവൻ വലിയ ആളായിരിക്കും. ഫസ്റ്റ് മനസ്സിലായി? ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായി. തന്നത്തെ ആളാണ്. നമ്മള് ഒരാളും നമ്മളെ കത്തിക്കാൻ വരില്ല. നമ്മൾ സ്വയം കത്തിയാൽ നമുക്ക് ആളും കത്താം, കാട്ടുതീയാവും. മറ്റേ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ കത്തിക്കുന്നൊപ്പം തന്നെ കെടുക്കാതെ വെള്ളം നമ്മൾ എടുത്തു വയ്ക്കും. കാരണം ഇപ്പൊ കൂടുതൽ ആള് കത്തിയാൽ നമുക്ക് എടുക്കണ്ടേ? കത്തിക്കുന്നവരൊക്കെ കെടുക്കാനുള്ള ഓപ്ഷൻ കൊണ്ടേ കത്തിക്കാൻ നിൽക്കും. അപ്പൊ കത്തിക്കുന്നവർ എന്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കാത്ത ഒരു വാക്കാണ് വളർത്തുക, അവസരം കൊടുക്കുക. എന്റെ ഏത് വീഡിയോകൾ എടുക്കും, ഒരു വീഡിയോയിൽ പോലും ഷൈൻജാന്റെ വീഡിയോയിൽ ഈ 2 പദങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പറഞ്ഞാൽ അവസരം കൊടുക്കുക, വളർത്തുക. ഇത് രണ്ടും എന്റെ വീഡിയോയിൽ ഉണ്ടാവില്ല. ഞാൻ ഒരു സ്ഥലത്ത് പറയാനില്ല. വളർച്ച എന്ന് പറയുന്നത് സാറിന് വളർത്ത സാറിന്റെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയാണ്. എനിക്കത് ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇന്നിട്ട വീഡിയോ കണ്ടിട്ട് അറിയാം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നത് ആരാണ് ഒറ്റയ്ക്ക് വഴിവെട്ടിയത്? എനിക്ക് മമ്മട്ടുണ്ടെന്ന് അറിയില്ല, പിക്കാസ് ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് ആരെങ്കിലും അത് ആവശ്യം വരും. നമ്മളിതൊക്കെ വെറുതെ പറഞ്ഞു വരുന്ന ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു. നമുക്ക് ആത്യന്തികമായിട്ട് ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ അവർ തന്നെ വിചാരിക്കണം. നമുക്കൊരു വഴി കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു മോഡൽ കാണിച്ചു കൊടുക്കണം. ഇങ്ങനൊരു മോഡൽ ഉണ്ട്, ബാക്കി ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ ഒരു തീ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അത് കെടുത്താനുള്ള ഒരു ബൈ പ്രോഡക്റ്റ് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നുണ്ടാവുന്നത്. ഏത് ഒരു ന്യൂട്ടന്റെ സിദ്ധാന്തം എന്ന് പറയുന്ന പോലെ കത്തിക്കുന്നവരുടെ അടുത്ത് തന്നെ കെടുത്താനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് കത്തിക്കുന്നവർ നോക്കണം, സ്വന്തം കത്തിക്കൂടെ. ഇങ്ങനെ മെല്ലെ എഴുതിയ താഴത്തിൽ എരിച്ചിട്ട് ഈ എരിച്ചിട്ട് മേലെ വെച്ചിട്ട് നമ്മൾ അറിയിക്കും. പിന്നെ ആരും കത്തിക്കോളും. പിന്നെ നമ്മൾ കത്തി കഴിഞ്ഞാൽ ആ ചൂട് തട്ടി കുറെ ആൾക്കാർ അവരും കൂടി നിന്ന് കത്തും. ഞാൻ ഒറ്റയ്ക്ക് കത്തിരുന്നു. ഒരു 10 പേര് കത്തുന്നുണ്ട്. അതൊക്കെ കുറെ ആൾക്കാർ കത്തിക്കോളും. അങ്ങനെ കത്താൻ പറ്റും. അപ്പൊ അവൻ കത്തുന്നത് അവന്റെ തീയാണ്, ഞാൻ അവൻ തീ കൊടുത്തിട്ടൊന്നല്ല. അങ്ങനെ കത്തുന്ന ആൾക്കാർ നമ്മുടെ മുന്നിൽ അവരെ സ്കില്ല് കൊണ്ട് കത്തട്ടെ. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റും. എന്റെ കോൺസെപ്റ്റാണ് കറക്റ്റ്. അപ്പൊ അത് നമുക്ക് അന്വേഷിച്ച് വരുമ്പോ ആ തീ കത്തിക്കാനുള്ള സാധനം കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ തരാം. മീൻ പിടിക്കാൻ പറഞ്ഞു തരാം. നമ്മള് ചിന്തിച്ചു ഒരാൾക്ക് പിന്നെ നല്ല സമയം ശരി, അവർക്ക് സമയം ഞാനിങ്ങനെ സംസാരിക്കും. ഞാനിപ്പോ എനിക്ക് സംഭവം എനിക്കറിയില്ല. ഞാൻ എന്റെ മനസ്സിലുള്ളത് വെച്ച് പറയും. അപ്പൊ നമ്മള് ഒരാൾക്ക് നമ്മൾ 100 രൂപയുടെ മീൻ കൊടുത്തു ഒരു നേരം. അപ്പൊ നമ്മൾ ഹാപ്പി. അവർക്ക് മീൻ കഴിക്കണ മാഷക്ക് ഞാൻ മീൻ കൊടുത്തു, മാഷ് വാങ്ങിച്ചു. 2ാമത്തെ ദിവസം ഞാൻ കൊണ്ടുത്തന്നു 100 രൂപയുടെ മീൻ കൊണ്ടുത്തന്നു. വീണ്ടും മാഷ് വാങ്ങിച്ചു.
മൂന്നാമത്തെ ദിവസം വാങ്ങിക്കാൻ വരുമ്പോൾ മാഷ് ഞാൻ പെട്ടെന്ന് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, കൊടുക്കണോ വേണ്ടേ. നാലാം ദിവസം കുറച്ചുകൂടെ അപ്പൊ അപ്പുറത്തെ ആളുകൾ നീ ഡെയിലി മീൻ കൊണ്ടുവരുന്നുണ്ട്, ഇതിന് എന്ത് സന്തോഷത്തിൽ മീൻ കൊണ്ടുവരുന്നു. മാഷോട് ചോദിക്കും, മാഷ് എന്തിനാണ് മീൻ വാങ്ങിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ കൊടുക്കൽ വാങ്ങുന്ന പ്രശ്നക്കാരൻ എന്താ, അത് ഔദാര്യാണ്, മാഷ് വാങ്ങിക്കുന്നത്. അപ്പൊ ഞാൻ മാഷോട് ഫസ്റ്റ് പറയുന്നത് അല്ല ഈ അത് ഞാൻ പറയുന്നത്, ഞാൻ മാഷോട് ഫസ്റ്റ് പറയുന്നത്, പക്ഷേ ഇത് ഇവിടുത്തെ മത്തിയാണ്, ഇങ്ങനത്തെ മത്തി നമ്മുടെ ഭൂമിയേക്കാൾ കൂടുതൽ കടലാണ്, ഈ കടലിൽ മൊത്തം ഓടാനും ഒരു മത്തിയുണ്ട്. ഇത് പിടിക്കാൻ ഇതൊരു ഐഡിയ ഉണ്ട്. ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആൾക്കാരില്ല, നമ്മുടെ സിറ്റി ആഗ്രഹമൊക്കെ ഉണ്ട്. അവരെ കൂടെ ദിവസം പോയി മാഷക്ക് പഠിക്കാം. ജയനാഥൻ സാർ പാടിയിട്ടുള്ള കുറച്ച് പാട്ടുകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. അപ്പൊ നാല് പാട്ടാണ്. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്ദുരാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ, ഏതു സ്വപ്ന പുഷ്പവനം നീ തിരയുന്നു, ഏതു രാഗകൽപ്പനയിൽ നീ മുഴുകുന്നു, വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ, ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു, സഖി ആരുണർത്തുന്നു. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്ദുരാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. ഒരു ഭാവഗീതമിതാ നിന്റെ വിളിതൻ നീലിമയിൽ നിന്നു ഞാൻ പകർത്തി, മൃദുലേ ഒരു ഭാവഗീതമിതാ നിന്റെ വിളിതൻ നീലിമയിൽ നിന്നു ഞാൻ പകർത്തി, മൃദുലേ ഒരു ഭാവഗീതമിതാ. ഇതൊക്കെയാണ് എൻ്റെ പരിസ്ഥിതി. നടപ്പാട്ടൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് പാടുന്നത്, മനസ്സിൽ അതിനെ സ്വയം പറഞ്ഞ് പാടുന്ന പാട്ടാണ്. എൻ പ്രേമഗാനത്തിൻ ഭാവം നിന്നീല കൺപീലിയായി, എൻ പ്രേമഗാനത്തിൻ ഭാവം നിന്നീല കൺപീലിയായി, എൻ കാവ്യശബ്ദാരം നിന്നാവിൽ കിളിക്കൊഞ്ചലായി, നിന്നാവിൽ കിളിക്കൊഞ്ചലായി. ആരേരോ 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 രാജീവനയനേന്തി ഉറങ്ങൂ, രാഗവിലോലി നീ ഉറങ്ങൂ. ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി നീ ഉറങ്ങൂ. ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തി
അപ്പോ മൊബൈലൊക്കെ പാടിയിട്ട് അങ്ങനെ ഒരു ശീലമില്ലാത്ത ആളാണ്. ഇങ്ങനെയുള്ള സീസൺ അപ്പൊ നമുക്ക് പിന്നെ എന്തായാലും ഒരു 2 വരിയിലങ്ങ് അവസാനിപ്പിക്കാം. തുടങ്ങിയത് നമ്മുടെ മത്സരക്കാരുടെ ഗംഗ എന്ന് പറയുന്നതിന്റെ തുടക്കമാണ്. അതിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പാട്ട് പാടും. ഇല്ല പാടില്ല. ഇഷ്ടമുള്ള പാട്ടാണ് മാഷ് ഇഷ്ടമുള്ള പാട്ട്. മാഷ് ഞാൻ ഗായകനാണ്. അങ്ങനെ മാഷ് ഇഷ്ടമുള്ള പാട്ടാണ്. കവിതയാണ് ഇഷ്ടം. കവിതയിൽ എനിക്കറിയില്ല. രക്ഷപ്പെട്ടു. അല്ല ഒരു പാട്ട് കണ്ട ഒരു മാഷ് പാടും. മാഷ് ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടമുള്ള പാടാൻ മതി. ഏതൊരു പാട്ട് പാടാം. നമുക്ക് പിന്നെ ഒരു ഗണപതി സ്തുതി പാടാം. അപ്പോൾ ശ്രീഗണനാഥ എന്ന് പറയുന്ന ആ ഒരു കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു എന്താ പറയുക സാങ്കേതികത എനിക്കറിയില്ല. ശ്രീഗണനാഥ സിന്ദൂര കരുണ സാഗര കനിവദരംബോധര ലഘുമികര അംബാസുത അമര വിനോദലംബോധര ലഘുമികര. ഇത് എത്ര കൊല്ലം പഠിച്ചിട്ട്? അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇതിപ്പോ എന്താ മാനസ് തുടക്കത്തുള്ളതോ ഇത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ ഇപ്പൊ ആളുകൾ നൃത്തം പാടാറ്. ഇതിപ്പോ ഗീതാണ്. ഇത് മകനെ പറഞ്ഞ ഗീതം സ്റ്റാർട്ടിങ്ങില് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ മലയാളം കഴിഞ്ഞിട്ട് പഠിക്കുന്ന ഗീതാണ്. 6ാം ക്ലാസ്സിലുള്ളത് ഇപ്പോഴും നല്ലൊരു കഴിവുകളുള്ള മാറ്റങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ വൈകിട്ട് ചെയ്യാം. ഒരുപാട് പ്രതീക്ഷകൾ നമ്മുടെ കലാകാരന്മാരോട് പറഞ്ഞു കഴിഞ്ഞു. അവരോട് പറയേണ്ട കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ തഴയപ്പെട്ടു പോകുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അവർക്കുള്ള ഉത്തരവും തങ്ങളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി. സ്വയം ആളിപ്പടരുക. ഒരുപാട് പിടിച്ചു കയറാനുള്ള പടവുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന് സ്വയം കാണിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിൽ വളർന്നിന്നി നിലയിൽ നമ്മളോടൊപ്പം പുഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ഷൈൻ വെങ്കടൻ അവർക്ക് MADയുടെ പേരിലും മട്ടന്നൂരിന്റെ പേരിലും നമ്മുടെ സാഹിത്യ വേദിയുടെ എല്ലാത്തിൻ്റെയും എന്നെ ഒരുമിച്ച് ഉള്ള ഒരു കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഒരു വലിയ ഉയരങ്ങളിലേക്ക് താങ്കൾക്ക് ഇനിയും നടന്നു കയറാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നന്ദി. നമസ്കാരം.